സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. ഉർവശി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന ഒറ്റ ക്ലാരിറ്റിയും കൂടെ പി ആർ എന്നുള്ളതാണല്ലോ സാധാരണഗതിയിൽ നിങ്ങൾ രണ്ടു കൂട്ടരും അങ്ങോട്ട് നിങ്ങൾ ക്ലാരിറ്റി വരുത്ത് റാഷിദെ. ഞാൻ എണീക്കുകയാണ് കേട്ടോ. റാഷിദെ ഒരു കാര്യം നിങ്ങൾ ക്ലാരിറ്റി വരുത്ത്. ഞാൻ എണീക്കുകയാണ്. ഒരു വാചകം പറയാൻ അനുവദിക്കാത്തതാണ് ചർച്ചയെങ്കിൽ നിങ്ങൾ തുറന്നോളൂ. എനിക്ക് അതിന് താല്പര്യമില്ല. ഞാൻ പോവാന്ന്. അതെ, കുറച്ച് പതുക്കെ പറഞ്ഞാലും കേൾക്കാം. പിന്നെന്താ ഞെട്ടാത്തത്? സാധാരണ ഇത്ര നിസ്സാര കാര്യങ്ങൾക്ക് ഞാൻ ഞെട്ടാറില്ല. പെൻഷൻ കിട്ടിയ പൈസ UDF വന്നാലെങ്കിൽ കിട്ടൂല. നമ്മളെന്നെ വരണം. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ. ഈശ്വര, എന്തൊരു ചൈതന്യം. ഒരു കാര്യം എന്തൊരു എളിമ, എന്തൊരു വിനയം. ശരിയാ ശരിയാ. നീ ഇത്രല്ലേ കണ്ടോളൂ. അങ്ങോട്ട് നോക്കിയേ. പെൻഷന് ഓരോരോ നേതാക്കന്മാരെ എത്തും, പിണറായിന്റെ എത്തിയെത്തും, വേറെ എല്ലാവരുടെ എത്തിയെത്തും. പെൻഷൻ കിട്ടിയിട്ട് മുപ്പരെത്തിയെത്തുന്ന ഫോട്ടോ എടുക്കുന്നില്ല, അങ്ങനെ കളിക്കുന്നില്ലേ? അതേമാതിരി ഞാൻ സ്റ്റേജിന്മേൽ കേറിയിട്ട് കളിച്ച. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. പ്ലാനല്ല പൊളിഞ്ഞല്ലോ. ഇനിയിപ്പോ അങ്ങനെ അങ്ങോട്ട് പോലും മുപ്പരെത്തിയെത്തുന്നു. ഞാൻ വേറെയുള്ള നേതാക്കന്മാരെല്ലാം കൂടി പറഞ്ഞ് അയാളെ എതിർത്ത് കൊടുക്കേണ്ടി നിങ്ങൾക്ക് എല്ലാം തിരിച്ചു തരുമെന്ന്. ഞാൻ അങ്ങനെ കൊടുത്ത് തിരിച്ചു തരികയും ചെയ്തു. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ലോകത്തിൽ നിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ. ഈ പാർട്ടിനോട് വലിയ കൂറുണ്ടായിട്ട് എല്ലാം ഞാൻ ചെയ്തതാണ്. വേറെ അങ്ങനത്തെ ഒന്നും ചെയ്തതല്ല. പാവപ്പെട്ടവരുടെ കാണപ്പെട്ട ദൈവമാണ്. ഞങ്ങൾ പാവങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ് പാപ്പിക്കാൻ. ഞങ്ങളുടെ ജീവനാണ്, ജീവന്റെ ജീവനാണ്. ഒന്ന് പറയാൻ പറയണം. ഈ പെൻഷൻ കിട്ടിയത് ഞാൻ ഇങ്ങനെ എടുത്ത് ഞാനിങ്ങനെ എണ്ണി കളിച്ച് പിന്നെ ഒരു ഫോട്ടോ എടുപ്പിക്കണമെന്നുള്ള വിചാരിച്ചതാ. അല്ലാണ്ട് വേറെ ഒന്നും അല്ല. ഞാൻ ആരും പറഞ്ഞിട്ട് കൊടുത്തല്ല, എൻ്റെ മനസ്സറിഞ്ഞ് കൊടുത്തതാ. സംശയമൊന്നുമില്ലല്ലേ? സജീഷ്, ഉമ്മൻചാണ്ടി കാലത്തതിനേക്കാൾ കൂടിയ ക്ഷേമ പെൻഷൻ LDF സർക്കാർ, പിണറായി സർക്കാർ വന്നു കഴിഞ്ഞ ശേഷം പല ഘട്ടങ്ങളായി ഉയർത്തി കൊടുക്കുന്നുവെന്നും കൂടുതൽ ആളുകൾക്ക് കൊടുക്കുന്നുവെന്നും സ്വാഭാവികമായും വലിയൊരു ഭരണ നേട്ടമായി അതത് കാലങ്ങളിൽ ഇടതുപക്ഷ സർക്കാർ പറയുന്നതാണ്. പക്ഷെ അതിന് ഒരു വയോധികനെ ജാഥയിൽ കരുവാക്കിയോ? ഇങ്ങനെ ചങ്കിക്കുത്തര വർത്തമാനം പറയരുത് വിളിച്ച. ഇത്രയും ബുദ്ധി എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രിയായെന്നറിയോ? അത്തരത്തിലുള്ള പല ചിത്രീകരണങ്ങളും നടക്കും. ഒന്ന്, ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളുമായി വിശദീകരിക്കുമ്പോൾ കേരളത്തിലെ 62 ലക്ഷം ആളുകൾ അതിന്റെ ഗുണഭോക്താക്കളാണ്. അവരെ പ്രത്യേകിച്ച് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അത് അവരുടെ ജീവിതാനുഭവമാണ്. അതിനുവേണ്ടി ഏതെങ്കിലും ഒരു PR എക്സൈസ് നടത്തേണ്ട കാര്യവുമില്ല. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. ആ വ്യക്തി പിന്നീട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. കാരണം അദ്ദേഹത്തിന് ചില ഭീഷണികളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ലേശം പ്രയാസപ്പെട്ടൊക്കെ ജീവിക്കുന്നയാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ചില ആളുകൾ ഭീഷണിപ്പെടുത്തിയൊക്കെ ചില വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 62 ലക്ഷം ഗുണഭോക്താക്കൾ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ. അവർക്ക് ഈ സംഭവത്തോടു കൂടി ആ ജാഥ തന്നെ, വികസന മുന്നേറ്റ ജാഥ തന്നെ ഒരു പരിഹാസ ജാഥയായി മാറി എന്നാണ് നിങ്ങൾക്കെതിരെയുള്ള വിമർശനം. അല്ല, അങ്ങനെ വിമർശിക്കട്ടെ. ഞാൻ വസ്തുതകളിലൂടെ പോകാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ ശ്രീ VD സതീശൻ നടത്തുന്ന ഒരു നുണ ഘോഷയാത്ര പോലെയുള്ള ഒരു ഘോഷയാത്ര ഏതായാലും ഞങ്ങൾക്ക് നടത്താൻ വേണ്ടി കഴിയില്ല. ഞങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ, ജനങ്ങളുടെ ജീവിതാനുഭവങ്ങൾ, ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നുണയ്ക്കുള്ള മറുപടികൾ യഥാർത്ഥത്തിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ അവർ ഏത് രീതിയിലും പറഞ്ഞോട്ടെ, അതിലൊന്നും ഞങ്ങളുടെ വിഷയമല്ല. നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ? പിന്നില്ലാണ്ട് എന്തോരം പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഞാൻ സൂചിപ്പിച്ചു വന്ന കാര്യം, ഒന്ന്, ഇവിടെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യം തീർച്ചയായും താങ്കൾ ക്ഷേമ പെൻഷന്റെ കാര്യം പറയണം, ഞാൻ അതിന് സമയം തരികയും ചെയ്യും. പക്ഷേ ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രമാണോ ഞാൻ ഇടപെടുന്നത് സജീഷ്? ഒറ്റ ക്ലാരിറ്റിയും കൂടെ. PR എന്നുള്ളതാണല്ലോ സാധാരണഗതിയിൽ നിങ്ങൾ രണ്ടു കൂട്ടരും അങ്ങോട്ട്. നിങ്ങൾ ക്ലാരിറ്റി വരുത്ത് റാഷിദെ. ഞാൻ എണീക്കുകയാണ് കേട്ടോ. ചൂടാവാതെ നിനക്ക് കൊണ്ട.
റാഷിദെ, ഒരു കാര്യം നിങ്ങൾ ക്ലാരിറ്റി വരുത്തും. ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു വാചകം പറയാൻ അനുവദിക്കാത്തതാണ് ചർച്ചയെങ്കിൽ നിങ്ങൾ തുറന്നോളൂ, എനിക്ക് അതിന് താല്പര്യമില്ല. ഞാൻ പോവാന്ന്. അതെ, കുറച്ച് പതുക്കെ പറഞ്ഞാലും കേൾക്കാം. പിന്നെന്താ ഞെട്ടാത്തത്? സാധാരണ ഇത്ര നിസ്സാര കാര്യങ്ങൾക്ക് ഞാൻ ഞെട്ടാറില്ല. ഒന്നാമത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പുറത്തിരിക്കുന്ന ആൾ ഉൾപ്പെടെ എങ്ങനെ പെരുമാറുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇരിക്കണോ അല്ല, താങ്കൾക്ക് സ്വതന്ത്രമായി ചർച്ച നടത്താം, താങ്കൾക്ക് ഏത് രീതിയിലും കാര്യങ്ങൾ അവതരിപ്പിക്കാം, അതിനൊന്നും ഞാൻ തടസ്സമല്ല. അയ്യോ ദാരിദ്ര്യം. എനിക്ക് പറയാൻ സ്വതന്ത്രമായി സമയം അനുവദിക്കുമെങ്കിൽ മാത്രം ചർച്ചയിൽ ഞാൻ തുടരും. ഇല്ലെങ്കിൽ താങ്കൾ എന്റെ ആദ്യ വാചകം മുതൽ ഇടപെടുകയാണ്. ഞാൻ എന്താണ് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ എന്ന് കേൾക്കാനുള്ള സഹിഷ്ണുതയെങ്കിലും താങ്കൾ കാണിക്കൂ. ഒന്ന് കരഞ്ഞൂടെ നിനക്ക്, ആരും കാണാതെ? അതല്ല, താങ്കൾക്ക് താങ്കളുടെ വീക്ഷണത്തിനനുസരിച്ച് ചർച്ചയെ കൊണ്ടുപോകണമെങ്കിൽ അതിന് ഞാനൊരു തടസ്സമേ അല്ല. വെറുതെ നമ്മുടെ ഏതാണ്ട് 1 മണിക്കൂറോളം സമയം പാഴാക്കേണ്ട കാര്യമില്ലല്ലോ. മോനെ രാമദാസ, നിന്റെ അച്ഛൻ നാരായണൻകുട്ടി ചേട്ടൻ ഇത്രയും എടുക്കില്ലേ? താങ്കൾ ചർച്ചയിൽ തുടരാൻ എന്നെ അനുവദിക്കുന്നെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നത് താങ്കൾ പറഞ്ഞോളൂ. ഞാൻ ഒരൊറ്റ കാര്യത്തിൽ ക്ലാരിറ്റി വരുത്താൻ ആഗ്രഹിക്കുന്നു. അതിന് ഇത്രയൊക്കെ കാര്യങ്ങൾ കാണേണ്ടതുണ്ടോ ശ്രീ സജി? ഇതിനുള്ള മറുപടി ഞാൻ പിന്നെ പറഞ്ഞോളാം. അതാണ് ബുദ്ധി. റാഷിദെ, നമ്മൾ ആദ്യമായിട്ടല്ലല്ലോ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞങ്ങൾക്കുള്ള ഒരു വേർഷൻ പറയാൻ പോലും മനോരമയിലൊന്നും അനുവദിക്കാറില്ല. എങ്കിലും കിട്ടാവുന്ന സമയം വെച്ച് ഞങ്ങൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. ഞങ്ങൾ എന്താ മണ്ടന്മാരാണെന്ന് കരുതിയോ? ഈ ജാഥ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിന്റെ പേരിലാണ്? വികസന മുന്നേറ്റ ജാഥ കേരളത്തിൽ സംഘടിപ്പിക്കുന്നത് നിങ്ങൾ കുറെ ആളുകൾ ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നുണപ്രചാരണങ്ങളെ ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്താനാണ്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്, ഞങ്ങൾക്ക് അത് ബോധ്യപ്പെടുത്താൻ കഴിയുകയും ചെയ്യും. ആ വിത്ത് ഇനി കണ്ടത്തിൽ ഇറങ്ങിയില്ല. ഞങ്ങളുടെ ഏക മാർഗമാണ് ജനങ്ങളുമായി സംവദിക്കാൻ ഈ ടെലിവിഷൻ സംവാദം എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതി പോകുന്നുണ്ടെങ്കിൽ അത് ഒരു ധാരണ മാത്രമാണ്. തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. ഇപ്പൊ എനിക്ക് ഒരു സിനിമ ഡയലോഗ് ഓർമ്മ വന്നേ, മൊയ്തീനെ ആ ചെറിയ സ്പാനർ എടുക്കൂ എന്ന് പറഞ്ഞ പരിപാടി. മൊയ്തീനെ കൊണ്ട് എത്ര പ്രാവശ്യമാണ് ആ പാവപ്പെട്ട മനുഷ്യനെ കൊണ്ട് മാറ്റി മാറ്റി പറയിപ്പിക്കുന്നത്. ഒരു മടുപ്പൊക്കെ ഇല്ല മാഷെ ഇതൊക്കെ ചെയ്യുന്നതിന്? ഒരു മര്യാദയൊക്കെ വേണ്ടേ? തൊലി ഇരിക്കുകയാണ് ഉത്തമ, സഹിക്കല്ലാതെ എന്ത് ചെയ്യാം. ആദ്യ വീഡിയോ പുറത്തു വന്നപ്പോ തന്നെ കാര്യം മനസ്സിലായി. ഭാഗ്യം കൊണ്ട് മൊയ്തീൻ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പൈസ കൊടുത്താൽ തിരിച്ചു കിട്ടുമെന്ന്. അപ്പോൾ കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹം കൊടുത്തത് പോലും. PR പ്രചരണത്തിന് വേണ്ടിയിട്ട് എല്ലാവരും അവരവരുടെയൊക്കെ പ്രചരണം നടത്തുന്നതല്ലേ. അതിലൊരു മര്യാദയൊക്കെ വേണം എന്നുള്ളതാണ്. വ്യാജ പ്രചരണങ്ങൾ നടത്താതിരിക്കുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ യാഥാർത്ഥ്യബോധമില്ലാതെ സംസാരിക്കുന്നത് ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, MV ഗോവിന്ദൻ മാഷിന്റെ ജാഥ വരുമ്പോൾ മറ്റേ അന്യ സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട്, അതിഥി തൊഴിലാളികളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചത് പറഞ്ഞ് പഠിപ്പിച്ച് വിളിപ്പിച്ചതല്ലേ അല്ലേ? അതെന്ത് പരിപാടിയായിരുന്നു? ഇനി ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയൻ പണ്ട് പഠിക്കാൻ പോയ കാലത്ത് റൊട്ടി കഴിച്ചിട്ട പോയെന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ പൊട്ടിക്കരയിപ്പിക്കാൻ നോക്കിയില്ലേ? അതെന്ത് പരിപാടിയായിരുന്നു? ഇതേ ആള് തന്നെ നെയ്മീൻ കൂട്ടിയേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞത് പഴയ ഒരു CPIയുടെ മന്ത്രിയെ, ഘടകകക്ഷിയുടെ നേതാവാ. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വീട് കയറി പാത്രം കഴുകിയത് എന്തിനു വേണ്ടിയിട്ടാ? അതെന്ത് പരിപാടിയാ? പാത്രം കഴുകുന്നതും കഴിച്ച പാത്രം കഴുകുന്നതും ഒരു മോശപ്പെട്ട കാര്യമല്ല. അത് പ്രചരണമാക്കുന്നത് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നില്ലേ? തൃക്കാക്കര ബൈ ഇലക്ഷന്റെ സമയത്ത് സകല മന്ത്രിമാരും സകല വീടുകളും കയറി, അത് മതവും ജാതിയും തിരഞ്ഞ, ക്രിസ്ത്യാനി ആയിട്ടുള്ള മന്ത്രി ക്രിസ്ത്യാനികളുടെ വീട്ടിൽ, മുസ്ലിം ആയിട്ടുള്ള മന്ത്രി മുസ്ലിങ്ങളുടെ വീട്ടിൽ, അങ്ങനെ തെരഞ്ഞ് കപ്പ വെന്തോന്നും മീൻ വെന്തോന്നും ചോറ് കഴിക്കാനൊക്കെ നടന്ന ആളുകളുണ്ടല്ലോ നിങ്ങൾ. അത് PR ആണോ? ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായരെ. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ന്യൂയോർക്കിൽ പോയി വാടകയ്ക്ക് എടുത്ത ഒരു ഇരുമ്പ് കസേരയിൽ ടൈം സ്ക്വയറിൽ പിണറായി വിജയനെ ഇരുത്തിയല്ലോ. പാകാവാത്ത ഒരു കോട്ട് പിണറായി വിജയനെ കൊണ്ട് ഇടിയിച്ച ആ മനുഷ്യനെ നാണം കെടുത്തില്ലേ നിങ്ങൾ? അതെന്ത് പരിപാടിയായിരുന്നു? എന്താടാ നിന്റെ നാക്കിറങ്ങിപ്പോയോ? എന്തൊക്കെ തള്ളലായിരുന്നു, എന്തൊക്കെ തള്ളല്. അതിനെയാണ് PR എന്ന് പറയാ. ജനങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് മനസ്സിലാകാത്ത, അവർക്ക് അനുഭവമില്ലാത്ത കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പണം ചെലവഴിച്ച്, സർക്കാർ ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ച് പ്രചരണം നടത്തുന്നതിനാണ് PR എന്ന് പറയാം. നമ്പർ 1 തള്ളിക്കൊണ്ടിരിക്കുക. നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്ന് നമ്പർ 1 ആഭ്യന്തര വകുപ്പിന് സമ്മാനം കിട്ടിയെന്ന പിണറായി വിജയൻ അവകാശപ്പെടുന്നത്. ആ നമ്പർ 1 ആഭ്യന്തര വകുപ്പിൽ ഒരു പോലീസുകാരനെ മാളിലിട്ട് SFIക്കാർ പൊതിരെ തല്ലുകയാണ്. എന്നിട്ട് പറയാണ് നമ്പർ 1 ആണെന്ന്. നമ്പർ 1 ആണെന്ന് നാട്ടുകാർക്ക് തോന്നണ്ടേ?
ഇതിലും ഭേദം അങ്ങ് മരിക്കുന്ന. ഒരു കാര്യം ജിൻഡോ പറ്റുമെങ്കിൽ വെല്ലുവിളിക്കുന്നു. ഇവര് പറഞ്ഞ- കേരളത്തിലെ ഹൈക്കോടതിയിലേക്ക് വാ. മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ വന്നല്ലോ, കേരളത്തിലെ സ്പ്രിംഗ്ലറുമായി വന്നല്ലോ, സഖാക്കന്മാർക്ക് നിങ്ങൾ AI ക്യാമറയായി വന്നല്ലോ, എല്ലാം വന്നല്ലോ. സഖാക്കന്മാരുടെ അഴിമതി ജീവിതം കേസുകൾ മുഴുവൻ സാക്ഷ്യപ്പെടുത്താത്ത ഹൈക്കോടതി എടുത്ത് തോട്ടിലെറിഞ്ഞ് നമ്മൾ കണ്ടതാണ്. നിങ്ങൾ പ്രതിപക്ഷ നേതാവ്, ശരി, സതീഷ്. പഴയ ശരി, പ്രതിപക്ഷ സതീഷ്, നേതാവ് കേട്ടു. എല്ലാവരും താങ്കൾ ചേർന്നുകൊണ്ട് കേട്ടു. അത് നമ്മൾ കണ്ട കാഴ്ചയാണ്. ഓ ചില സമയത്തെ തന്റെ പെരുമാറ്റം കാണാൻ തന്തയ്ക്ക് പറക്കാത്തതാണെന്ന് തന്നെ തോന്നും. ആ അത് തോന്നലല്ല, ശരി തന്നെയാണ്. കണ്ട കാഴ്ചയാണ്. പറഞ്ഞു കഴിയുമ്പോ അത് പറഞ്ഞു ഇത് പറഞ്ഞു വേദനിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, അഴിമതിയുടെ കാര്യം പറഞ്ഞല്ലോ. അഴിമതി കേസുമായി കോടതിയിലേക്ക് വാ. ജിൻഡോയെ വെല്ലുവിളിക്കുകയാണ് ഞാൻ. കേട്ടു ആശം വിക്രമാ, നിന്റെ അക്രമം സഹിക്കാൻ മേലാതായി. കേരളത്തിലെ ഹൈക്കോടതി ഇവരുടെ എല്ലാ പരാതികളും എടുത്ത് തോട്ടിലിട്ടിട്ട് പറഞ്ഞല്ലോ, പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല എന്ന് പറഞ്ഞത് നമുക്ക് ഓർമ്മയില്ലേ? എന്നിട്ട് വീണ്ടും വന്ന് ഉന്നയിക്കുക. സമയത്തെക്കുറിച്ചും ഇടപെടുന്നതിനെക്കുറിച്ചും ഒക്കെ എന്നെ കൂടി പറയുന്ന ആളാണ്. 10 വർഷമായി താങ്കൾ ചോദ്യം ചോദിക്കുമ്പോൾ പോലും താങ്കൾ അസ്വസ്ഥത കാണിക്കുന്ന ആളാണ്. എന്നിട്ട് താങ്കൾ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ സജീഷ്? ഞങ്ങൾ വെല്ലുവിളിക്കുക. ശരി, കുറച്ചു നേരം നീ തുടങ്ങിയിട്ട് ഈ കൈ മുദ്ര കാണിക്കാൻ മാത്രമല്ല തീർക്കും ഞാൻ ഇന്ന് തീർക്കും ഞാൻ. നിങ്ങൾ ഈ പറഞ്ഞ മുഴുവൻ നേട്ടങ്ങളും നിങ്ങളുടെ സഖാക്കന്മാർക്ക് മനസ്സിലാവാത്തത് കൊണ്ടല്ലേ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിങ്ങൾ തോറ്റുപോയത്, നിയമസഭ ഉപതെരഞ്ഞെടുപ്പ് നിങ്ങൾ തോറ്റുപോയത്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നിങ്ങൾ തോറ്റുപോയത്. ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാകുമെന്നല്ലേ നിങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞേ? ചേട്ടാ അങ്ങനൊന്നും പറയല്ലേ, എനിക്ക് ഫീൽ ആവും. എനിക്ക് ഫീൽ ആകണം എന്നാലേ നീ പഠിക്കൂ. അങ്ങനെ ഈ നിങ്ങൾ അത് മന്ത്രിച്ചിരുന്നോ? ഞങ്ങൾക്ക് സന്തോഷം. നിങ്ങൾ അത് മന്ത്രിച്ചിരുന്നോ? ഞങ്ങൾക്ക് അതിൽ നല്ല സന്തോഷമുണ്ട്. നിങ്ങൾ ഒരുപാട് ജയിച്ചിരിക്കും. നിങ്ങൾ ഇനി അവയവ മാറ്റത്തെ കുറിച്ച് പറഞ്ഞു. ഈ പാലക്കാടിലെ കൈക്ക് പരിക്കേറ്റി വന്ന ഒരു കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നത്, അവയവം വെച്ചു കൊടുക്കേണ്ടി വന്നത് പ്രതിപക്ഷ നേതാവ് ഇടപെട്ടത് കൊണ്ടാണ്. പ്രതിപക്ഷ നേതാവ് ഇടപെട്ടാണ് ആ കുട്ടിക്ക് കൈ വെച്ചു കൊടുത്തത്. നിങ്ങളുടെ അവയവ മാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ സർക്കാർ ആശുപത്രിയിൽ കിട്ടുന്ന സേവനങ്ങൾ നിങ്ങളുടെ നേട്ടം കൊണ്ട് മാത്രമല്ല, അത് 1970-കളിൽ കേരളം 1-ാം നമ്പറായിരുന്നു. കേരള മോഡൽ ഉണ്ടായിരുന്നു. അത് പിണറായി വിജയന്റെ സംഭാവനയല്ല. ഇനി ഞാൻ ഡയലോഗ് പറഞ്ഞ നീ കരഞ്ഞു. അതുകൊണ്ട് ഈ കുന്തോർത്ത് നിന്റെ അണ്ണാക്കി കുത്തി കെറ്റി ഈ കിരീടം എടുത്ത് വെച്ചിട്ട് രാജാവിന്റെ വായി നോക്കിക്കട.